ഈ ചെറിയ ബഡ്ജറ്റിൽ വരുന്ന സിനിമകളുണ്ടല്ലോ, ഇപ്പോൾ തമിഴിലാണെന്നുണ്ടെങ്കിൽ അതിൽ വലിയ, ഇപ്പം നമുക്ക് അറിയാവുന്നത് വലിയ സ്റ്റാർ കാസ്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു ചെറിയ ബഡ്ജറ്റിൽ വരുന്ന എന്നാൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ത്രില്ലേഴ്സൊക്കെ ഉണ്ടാവും. ത്രില്ലറായിരിക്കാം, കോമഡി ആയിരിക്കാം, അങ്ങനെ ചെറിയ ബഡ്ജറ്റിലുള്ള പടങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊച്ചിയിൽ മൾട്ടിപ്ലക്സിൽ, നമുക്ക് കൊച്ചിയിൽ ഇപ്പോൾ ഉള്ള മൾട്ടിപ്ലക്സിലൊക്കെയാണ് ഇങ്ങനെയുള്ള സിനിമകളൊക്കെ റിലീസാവുന്നത്. ചിലപ്പോൾ ഒരു ദിവസം ഒരു ഷോ ഉണ്ടാവുള്ളൂ, കൂടി വന്നിട്ടുണ്ടെങ്കിൽ 2 ഷോ. അതിൽ കൂടുതലൊന്നും ഇതുപോലുള്ള ചെറിയ ബഡ്ജറ്റ് പടങ്ങൾക്കൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷേ ഈയിടെയായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ റിലീസാവുന്ന പടങ്ങൾ ഇപ്പോൾ കൂടുതലും ഫോറം മാൾ ഒബ്രോൺ, അതായത് പി വി ആറിൻ്റെ ചെയിൻസിൽ മാത്രമാണ് ഇങ്ങനെയുള്ള പടങ്ങൾ റിലീസ് ഉണ്ടാവുള്ളൂ. ആൻഡ് താങ്ക്സ് ടു പി വി ആർ ഇങ്ങനെയുള്ള പടങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ ഇപ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വെള്ളി, ശനി, ഞായർ തുടങ്ങിയ ദിവസങ്ങൾ കഴിഞ്ഞ്, അത് വീക്കെൻഡ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സിനിമകളൊന്നും പിന്നെ അവിടെ ഉണ്ടാവില്ല. അതായത് നമ്മളൊരു വീക്ക് ഡേയ്സിലോ തുടങ്ങിയ കാര്യങ്ങൾക്കൊന്നും നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സിനിമ ഉണ്ടാവില്ല. മേ ബി ചിലപ്പോൾ ഈ ചെറിയ പടങ്ങൾ കാണാൻ ആളുകൾ ഉണ്ടാവില്ല. അതിൻ്റെയൊക്കെ ഒരു കാരണം കൊണ്ടായിരിക്കാം. പക്ഷേ ട്രിവാൻഡ്രത്ത് ആ പ്രശ്നമില്ല. ട്രിവാൻഡ്രത്ത് ഒരു സിനിമ റിലീസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരാഴ്ച മുഴുവനും ഓടും. ഇപ്പോൾ ഈ വീക്കെൻഡിൽ തന്നെ മറ്റ് സിനിമകളൊക്കെ റിലീസാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് വീക്കെൻഡിൽ ഇതുപോലുള്ള ചെറിയ പടങ്ങളൊന്നും കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതുപോലുള്ള ചെറിയ പടങ്ങൾ കാണാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് വീക്കെൻഡിൽ തന്നെ കണ്ടു തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ റിവ്യൂ തിങ്കളാഴ്ചയാണ് വരുന്നത്. ഞായറാഴ്ച രാത്രിയാണ് ഞാൻ അക്യൂസ്ഡ് എന്ന് പറഞ്ഞ സിനിമ കണ്ടത്. ഈ സിനിമയ്ക്ക് ശനിയാഴ്ച ഷോ ഉണ്ടായിരുന്നില്ല, ആളില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇതുപോലുള്ള ചെറിയ പടങ്ങൾക്ക് ആളുണ്ടെങ്കിലാണ് അവർക്ക് ഷോ ഇടാൻ പറ്റുള്ളൂ. എന്നാലും ഒരു ആഴ്ചയെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഒരു പ്രൈം ടൈമിൽ നിങ്ങൾ ആൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഷോ ഇടണ്ട, നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം. പക്ഷേ ഇങ്ങനെ ഒരു ഷോ വെക്കുന്നത് ആ ഒരു തിങ്കൾ വീക്ക് ഡേയ്സിൽ ഇങ്ങനെ ഷോ ഉള്ളത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ആഹാ എന്തൻ ബേബി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ടായിരുന്നു. വിഷ്ണു വിശാലിൻ്റെ അനിയനെ ലോഞ്ച് ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു. ആ സിനിമ എനിക്ക് ഇങ്ങനെ മിസ്സായതാണ്. ഞാനതൊരു വീക്ക് ഡേയ്സിൽ കാണാമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ അപ്പോഴേക്കും പറ്റിയില്ല. പിന്നെ ഈ സറണ്ടർ, കഴിഞ്ഞ ആഴ്ച കണ്ട സറണ്ടർ ഈ വീക്കെൻഡിൽ കണ്ടതുകൊണ്ട് എനിക്കത് കാണാൻ പറ്റി. പിന്നെ അതിന് മുമ്പ് വേറെ ബൺ ബട്ടർ ജാം, ആ സിനിമയുണ്ട്. ഞാൻ ഓൾറെഡി സറണ്ടർ എന്ന സിനിമയുടെ റിവ്യൂവിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലത്തെ സിനിമകളെ പോലെ ഒന്നും ആയിരുന്നില്ല ഈ പറയുന്ന അക്യൂസ്ഡ് എന്ന് പറയുന്ന പടം. ആദ്യമേ തന്നെ പറയാം, ഒരു പക്കാ മലങ്കൾട്ട് പടമാണ്. ഇതൊരു മലങ്കൾട്ട് പടമാണെന്ന് പടം തുടങ്ങി ഒരു 5-15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കത് മനസ്സിലാവും. അതിൻ്റെ മെയിൻ കാരണമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇതിൻ്റെ നായകൻ ഉദയ എന്ന് പറയുന്ന ആളാണ്. പുള്ളി ഒരു സൈഡ് റോള് കുറച്ച് സിനിമകളിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ചുമ്മാ വിക്കിപീഡിയ പേജൊക്കെ ഉണ്ട് കേട്ടോ, സാധാരണ നടന്മാരെ പോലെ അല്ല. ചിലർക്ക് വിക്കിപീഡിയ പേജ് പോലും ഇല്ല, പുള്ളിക്ക് വിക്കിപീഡിയ പേജൊക്കെ ഉണ്ട്. അത് ഞാൻ നോക്കിയപ്പോഴാണ് മാനാടിലൊക്കെ എന്തൊക്കെയോ റോളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ തന്നെ ഇയാൾ ആ പടത്തിലുള്ളതാണല്ലോ അങ്ങനെ ഒരു ഓർമ്മ വരുന്ന ടൈപ്പ് ഒരു ഫേസ് അല്ല പുള്ളിയുടെ. ഈ പുള്ളിക്ക് അഭിനയിക്കാനുള്ളതെന്ന് വെച്ചാൽ അഭിനയിക്കാനുള്ളതിൽ പുള്ളിക്ക് കഴിവ് കുറവാണ്, അല്ലെങ്കിൽ പുള്ളി ശ്രമിച്ചിട്ടില്ല, എന്തോ ആയിക്കോട്ടെ. പക്ഷേ ആ പുള്ളി ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ആക്ഷൻ, റൊമാൻസ്, കോമഡി, ഇമോഷൻ എന്നൊക്കെ പറഞ്ഞ് പുള്ളി കൈവെക്കാത്ത മേഖലകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മെയിൻ ക്യാരക്ടർ തന്നെ ഇങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു പടത്തിനോടുള്ള ഒരു കണക്ഷൻ നഷ്ടപ്പെടുന്നു. പിന്നെയുള്ളൊരു മെയിൻ റോൾ ചെയ്തിരിക്കുന്ന അജ്മലാണ്. അജ്മൽ ഒരു പോലീസ് കോൺസ്റ്റബിളിൻ്റെ വേഷമാണ്. പുള്ളി ഡീസൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കൊള്ളാം. അതാണ് പടത്തിൽ ഉള്ളൊരു പോസിറ്റീവ്. പിന്നെ മറ്റൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു മോശം പടമാണ്. അപ്പം ടു ബി ഫ്രാങ്ക്, നമുക്കൊരു പടം തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും ഈ പടത്തിൽ കാര്യമായിട്ടൊന്നും ഇല്ല എന്നുള്ളതുള്ള കാര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പടത്തിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കുന്നില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ, അതായത് ഫൈനൽ ആക്ടിനോട് കുറച്ച് മുമ്പായിട്ട് ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട്. ഈ ട്വിസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നത് തന്നെ ഒരു സ്പോയിലറാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ സിനിമയിൽ നമ്മൾ ഈ ആസാദി എന്ന് പറയുന്ന ഒരു ശ്രീനാഥ് ബാസിയുടെ ഒരു പടമുണ്ട്. അതിങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കാരണം അതിന് മുമ്പുള്ള സിനിമകളൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ മടിപ്പിച്ച് വന്ന് അവസാനം ഒരു ട്വിസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് അൺഎക്സ്പെക്റ്റഡ് ആണ്. ഇതും അങ്ങനെ തന്നെയാണ്. ഇതിനകത്തൊരു ട്വിസ്റ്റ് വരുന്നുണ്ട്, അത് അൺഎക്സ്പെക്റ്റഡ് തന്നെയാണ്. ഈ ഒരു സംഭവം കൊള്ളാം. അപ്പോൾ ഇതൊരു ത്രില്ലർ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അതായത് ഒരു നോൺ ലീനിയർ ഫ്ലാഷ് ബാക്ക് ഒക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നൊരു സിനിമയാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്തെന്ന് പറയുന്നത്, ഒരു സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു ബസ് മറിയുന്നു, നായകന്മാർ 2 പേരാണല്ലോ, അപ്പോൾ അവരവിടെ നിൽക്കുന്നു. അപ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ കട്ടു ഫ്ലാഷ് ബാക്ക് ആണ്. അപ്പോൾ ഇതിനകത്ത് ലവ് പോർഷൻസ് കാണിക്കുന്നുണ്ട്. മലർ എന്ന് പറയുന്ന ആ ഒരു നായികയുടെ പേരെനിക്കറിയില്ല. അപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ എഴുതിയിരിക്കുന്നത്, ആ ക്യാരക്ടർ ആർക്കൊക്കെ എന്ത് അബദ്ധമാണെന്ന് പറയുമോ. അതുപോലെ തന്നെ അജ്മലിൻ്റെ നായികയായിട്ട് ഒരു ലേഡിയും കൂടി ഉണ്ട്. അവരുടെയും പേരെനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു ലേഡി ക്യാരക്ടേഴ്സിനൊക്കെ ഈ സിനിമയിൽ എഴുതിയിരിക്കുന്നതൊക്കെ ശോകം ലെവലിലാണ്. അതുകൂടാണ്ട് ഇതിന് യോഗി ബാബുവിൻ്റെ ഒരു കോമഡി ട്രാക്ക് വരുന്നുണ്ട്. പിന്നെ ഒരു പ്രതികാരമാണോ അങ്ങനെയുള്ളൊരു ത്രില്ലിംഗ് മൂഡിൽ പോകുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ പാട്ട്, കോമഡി, പിന്നെ ആവശ്യമില്ലാത്ത ഇമോഷൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വാരി വലിച്ച് വെതറിയിട്ട് ആകെ മൊത്തത്തിലൊരു അലമ്പാക്കിയിരിക്കുന്ന ഒരു പടമാണ്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ സിനിമകളൊക്കെ മിസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സറണ്ടർ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വൺ ബട്ടർ ജാം അതൊരു റൊമാൻറ്റിക് കോമഡി കമ്മിങ് ഓഫ് ഏജ് ആ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ആ ഒരു എക്സ്പീരിയൻസ് മിസ്സാവരുത് എന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. പക്ഷേ ഈ പടം കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ
എൻ്റെ സമയമാണ്. അങ്ങനെ പറയാൻ പറ്റില്ല, ഇത് എൻ്റെ ഡിസിഷൻ തന്നെയാണ്. പക്ഷേ എല്ലാ സിനിമകളും ഇതുപോലെ എപ്പോഴും നല്ലതായിരിക്കണം എന്നില്ല, ഇങ്ങനത്തെ ചെറിയ ബഡ്ജറ്റിൽ വരുന്ന പടങ്ങൾ. ബട്ട് സ്റ്റിൽ എന്താ പറയുക, സിനിമ കാണുക എന്നുള്ളത് വളരെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടും ഈ 2-2.5 മണിക്കൂർ മലങ്കൾട്ടാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞല്ലോ ഒരു കൾട്ട് ലെവൽ എന്ന് പറയുമ്പോൾ പിന്നെ ആ രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അത് കറക്റ്റാണ്. ഈ സിനിമയുടെ ക്ലൈമാക്സ് വളരെ നോട്ടബിൾ ക്ലൈമാക്സ് ആണ്. ഇത് എന്തെങ്കിലും ഒരു OTT റിലീസ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ ഒന്ന് വെച്ച് കണ്ടുപോകുക. പൊട്ടിച്ചിരിക്കാനുള്ള വകയുണ്ട്. അത്രയും ഇമോഷണൽ സീനിൽ അവർ ചെയ്തു വെച്ചിരിക്കുന്നത് എല്ലാം കൊണ്ടും നമുക്കൊരു ഭയങ്കര ചിരിച്ചും പറയാനുള്ള വകുപ്പ് നൽകുന്ന ഒരു അങ്ങനെയുള്ളൊരു സിനിമയാണ്. അതുകൊണ്ട് എനിക്കൊരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ തിരിച്ചെടുക്കുന്നു, ഇതൊരു പണി കിട്ടിയ ഒരു സംഭവമൊന്നുമല്ല. അതർ ഹാൻഡ് ഞാനിത് രീതിയിൽ ആ ഒരു കൾട്ട് എന്നുള്ള രീതിയിൽ ഞാനത് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ അക്യൂസ്ഡ് എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയുടെ റിവ്യൂ ജസ്റ്റ് കാണാവുന്നേ ഉള്ളൂ, പടം തിയേറ്ററിലില്ല. തിങ്കളാഴ്ചയോടുകൂടി തിയേറ്ററിൽ നിന്ന് എടുത്ത് മാറി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ OTT വല്ലതും വരുമായിരിക്കും. OTT വരികയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു ഇമോഷണൽ സീൻ കണ്ടിട്ട് ചിരിക്കാനും കോമഡി സീൻ കണ്ടിട്ട് കരയാനും ആണെന്നുണ്ടെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് ബെസ്റ്റാണ്.